എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായി പൈങ്ങാട്ടി പ്രദേശത്തിന് അക്ഷരവെളിച്ചം പകർന്നേകിക്കൊണ്ട് നമ്മുടെയെല്ലാം സ്വന്തം വീട് പോലെ വർത്തിച്ചു വരുന്ന പൈങ്ങാട്ടി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ വാർഷികാഘോഷം, അതേപോലെ യാത്രയയപ്പ് ചടങ്ങ്, ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഇടവക ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് കുട്ടി ബ്രാൻ അവർകൾ, അതുപോലെ ഈ ചടങ്ങിവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ പ്രിയങ്കരനും നമ്മുടെ പ്രദേശവാസിയോടെയായിട്ടുള്ള മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി അവർ, ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയങ്കരനും ആദരണീയനുമായ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ ശ്രീ വിജയൻ സാർ, അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ സുധാകരൻ അവർ, അതേപോലെ ശ്രീ ഷിഹാബ് ആയത്തിൽ, ശ്രീമതി ബെൻസി ബിനോയ്, സുജാത CC, ശ്രീ വത്സരേപി, നമ്മുടെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ HB പ്രദീപൻ മാസ്റ്റർ, ശ്രീ ജോർജ് പടക്കൂട്ടൽ, മിനി ജോണി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുരളി മാസ്റ്റർ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുരേഷ് മാസ്റ്റർ, മുൻ പ്രഥമാധ്യാപിക മെസ്സി ലൂയിസ്, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പ്രഥമാധ്യാപിക സവിതമ്മ മാത്യു ടീച്ചർ, ശ്രീ ശരവണൻ, ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയങ്കരായിട്ടുള്ള ത്രിതല പഞ്ചായത്തുകളുടെ പ്രിയങ്കരനായ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പ്രദേശവാസികൾ, ഉപരി അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, അതേപോലെ നമ്മുടെ അയൽപ്പക്ക വിദ്യാലയങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രഥമാധ്യാപകർ, മറ്റ് ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഒരു 117 വർഷം പിന്നിട്ട് 117 തലമുറകൾക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ പകുത്തേകിക്കൊണ്ട് ആധുനിക കാലത്തിനൊപ്പം നീന്തുന്ന ഒരു പൊതുവിദ്യാലയമാണ് പൈങ്ങാട്ടി LP സ്കൂൾ. മുൻ പ്രാസംഗികരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ 117 വർഷം മുമ്പ് ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരവസ്ഥ അന്നുണ്ടായിരുന്നവരാരും തന്നെ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഭൗതികമായും അക്കാദമിക തലത്തിലും സാമൂഹ്യപരമായും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് കൈപിടിച്ച് മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് സഹായമായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രൈമറി വിദ്യാലയങ്ങളെ, ഹയർ സെക്കൻഡറി +2 തലം വരെയുള്ള വിദ്യാലയങ്ങളെ അതാത് പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടക സ്ഥാപനങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നത് മുതലാണ് നമുക്ക് ഇത്തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളെല്ലാം നമ്മുടെ വിദ്യാലയത്തിന് ലഭ്യമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതൊരു വിദ്യാലയത്തിൻ്റെ വാർഷികത്തിന് പോയാലും ഒരു ഡിജിറ്റൽ വാളില്ലാത്ത വാർഷികാഘോഷം ഉണ്ടാവില്ല. അത് നിർബന്ധമാണ്, മസ്റ്റാണ്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളിലും മുതിർന്നവരിലും അധ്യാപകരിലുമെല്ലാം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്നത്തെ അധ്യാപകർ പഴയ തലമുറയിൽ കുറച്ച് പഴക്കം ചെന്ന്, ഇപ്പോൾ നമ്മളെ ചെമ്മിനെ പോലുള്ള അധ്യാപകരെല്ലാം ചിലപ്പോൾ പറയുന്നുണ്ടാകും, ടീച്ചർ ഇപ്പം 33 വർഷമായി ഈ സേവന മേഖലയിലുള്ളത്. 33 വർഷം മുമ്പുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷവും അന്നത്തെ കുട്ടികളുടെ ഡിസിപ്ലിനും ഇന്നത്തെ കുട്ടികളുടെ അച്ചടക്കത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ തലമുറ കുറച്ചുകൂടി നമുക്ക് പഴയ തലമുറക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നവരായിരിക്കാം. പക്ഷേ ഇന്നത്തെ തലമുറ കരുതുന്നത് ഇതാണ് ശരി എന്നുള്ളതാണ്.
നമ്മൾ പഠിച്ച കാലത്ത് നമ്മുടേതായ ലോകത്തിൽ അന്ന് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്കും രക്ഷിതാക്കൾക്കെല്ലാം നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് അഭിപ്രായമായിരിക്കും. അതിനെ കാലത്തിനനുസരിച്ച് കാലം ഓടുമ്പോൾ അതിനനുസരിച്ച് ഓടാൻ തയ്യാറാകുന്നവരാണ് ഓരോ തലമുറയും. അപ്പോൾ നമ്മുടെ അധ്യാപകരും ഈ സമൂഹത്തെ സ്നേഹിക്കുന്നവരും അതിനനുസരിച്ച് ഓടിയാലേ മതിയാവുകയുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടെല്ലാം ചെറുപ്പകാലത്ത് ഒരു വീട്ടിൽ ഒരു ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആയിരിക്കും. ആ റേഡിയോ ഓണാക്കി അതിലുള്ള കാര്യങ്ങൾ ശ്രവിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും. കുട്ടികൾക്കൊന്നും അത് തൊടാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ കാലം മാറി ഇന്ന് റേഡിയോയ്ക്ക് പകരം അത്യാധുനിക മൊബൈലുകളും ഐഫോണുകളും ടാബ്ലറ്റുകളും ലാപ്ടോപ്പുകളും എല്ലാം വന്നു. ഇന്നൊരു കടയിൽ പോയി നമ്മൾ ഒരു ലാപ്ടോപ്പോ ഒരു ടാബോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ആദ്യം പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അതിനുശേഷമേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പം അന്ന് നമുക്കത് തൊടാൻ അവകാശമില്ല. നമ്മൾ മുതിർന്നപ്പോൾ, നമ്മൾ രക്ഷിതാക്കളായപ്പോൾ അത് തൊടാൻ ആദ്യത്തെ അവകാശം നമുക്ക് ഇല്ലാതായി തീർന്നു. അതായത് നമ്മുടെ കുട്ടികൾ ഏറെ മുന്നോട്ട് വന്നിരിക്കുന്നു, മുന്നോട്ട് നടന്നിരിക്കുന്നു. കുറെ കാലം മുമ്പ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അധ്യാപകരായിരുന്നു മുന്നിൽ നടന്നിരുന്നത്, കുട്ടികൾ ബേക്കിലായിരുന്നു. ഒരു 2000 ആണ്ടോടുകൂടി അധ്യാപകനും വിദ്യാർത്ഥിയും ഒരേ ലെവലിൽ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികളാണ് മുന്നിൽ നടക്കുന്നത്. അതായത് നമ്മുടെ പ്രത്യേകിച്ചും സാങ്കേതികപരമായ അറിവുകൾ ആർജിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇന്നത്തെ തലമുറയ്ക്കുള്ള കഴിവ് ഏറെ പ്രശംസനീയമാണ്. അത്തരത്തിൽ ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനും നേരിടാനും നമ്മുടെ പൊതുവിദ്യാലയങ്ങളും സജ്ജമായിട്ടുണ്ട്. അതിനവർക്ക് വേണ്ട എല്ലാവിധ പരിശീലന പരിപാടികളും എല്ലാം വിവിധ തലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അതിന് നമ്മളെ അധ്യാപക സമൂഹത്തെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് ഒരു പൈമാട്രി ഗ്രാമത്തിന്റെ ഇവിടെ HMന്റെ റിപ്പോർട്ടിൽ HM പറയുകയുണ്ടായി, മഹാഭൂരിപക്ഷവും വരുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ, അവരെയാണ് നമുക്ക് ആവശ്യം, നമ്മുടെ നാടിന് ആവശ്യം. അവരുടെ ഉയർച്ചയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ച, നമ്മുടെ നാടിന്റെ ഉയർച്ച. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വയനാട് ജില്ലയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ മൊത്തം പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ 24% ഈ ഗോത്ര മേഖലയിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് മഹാഭൂരിപക്ഷം അധ്യാപക തസ്തികകളും ഞാനും നിങ്ങളും എല്ലാവരും ഈ ഒരു തസ്തികയിലെല്ലാം ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ അവരെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വയനാടിന്റെ ഒരു ഉയർച്ച നമുക്ക് വിഭാവനം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അവരാണ് നമ്മളുടെ എണ്ണം ചോദ്യം. അപ്പോൾ അങ്ങനെ ഏറ്റവും അത്യന്താപേക്ഷിതമായി നമുക്കറിയാം, ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളിൽ ഒരു 90% അധ്യാപകന്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. ബാക്കി ഒരു 10% മാത്രമേ അവരുടെ കുടുംബ സാഹചര്യങ്ങളും മറ്റും സാമൂഹ്യപരമായ ഔന്നത്യം കൊണ്ട് സ്വയം പഠനത്തിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും നമ്മൾ എന്തു കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് അവരുടെ വളർച്ച. അതുകൊണ്ട് തന്നെ ഒരു പ്രൈമറി വിദ്യാലയം, പ്രത്യേകിച്ച് 5ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാലയമാണിത്. നമ്മുടെ വയനാട് ജില്ലയിൽ ആകെ 3 വിദ്യാലയങ്ങളിൽ മാത്രമേ 5ാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്നുള്ളൂ. അത് 3 മാനന്തവാടി സബ് ജില്ലയിലാണ്. ഒന്ന് കൈതക്കലും, ഒന്ന് വിളമ്പുകണ്ടത്തും, ഒന്ന് നമ്മുടെ പൈങ്ങാട്ടിലും. അപ്പോൾ ഈ കുട്ടികൾ, ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് അവർ 5ാം ക്ലാസ് കഴിഞ്ഞ് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അവർ പൈങ്ങാട്ടി വിദ്യാലയത്തിൽ നിന്നും വന്നവരാണെന്ന് വളരെ സന്തോഷത്തോടുകൂടി അവിടെയുള്ള സമൂഹം, അധ്യാപകർ ഉൾപ്പെടുന്ന സമൂഹം പറയുമ്പോഴാണ് നമ്മുടെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ നമുക്കവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ കുട്ടിക്കും ഓരോ ക്ലാസ്സിലും ആ കുട്ടി നേടേണ്ട കഴിവുകൾ മഹാഭൂരിപക്ഷവും ആർജിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഞാനും നിങ്ങളും എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ഓരോ ചാട്ടവും ഒരു വളയത്തിൽ കൂടി ചാടി പഠിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകും. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ നമുക്ക് ഓൾ പാസ് സിസ്റ്റമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഓൾ പാസിനേക്കാൾ ആരും തോക്കാൻ വേണ്ടി വരുന്നില്ല, അല്ലേ? എൻ്റെ ഒരു കുട്ടിയെ ഒരു വിദ്യാലയത്തിൽ കൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ ഏറ്റവും വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കുന്നത് നമ്മുടെ അധ്യാപകനെയാണ്. നമ്മൾ 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LKGയിലോ ഒരു കുട്ടി കൊണ്ട്
നമ്മളൊരു ഹോട്ടലിലോ ഒരു ചായക്കടക്കാരൻ്റെ ഒരു മറ്റുള്ള ഒരു ആളുടെ അടുത്ത് നമ്മുടെ കുട്ടിയെ ഏൽപ്പിക്കുന്നത്, ആ രക്ഷിതാവ് ഏറ്റവും വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുന്നത് ആ രക്ഷിതാവിൻ്റെ ആ അധ്യാപകന്റെ അടുക്കലാണ്. അദ്ദേഹം ഈ സ്കൂൾ എൻ്റെ കുട്ടിയെ നോക്കിക്കോളും എന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു വിശ്വാസം ആർജിച്ച ഒരു സമൂഹമാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകർക്ക് കിട്ടുന്ന ആദരവ് മറ്റൊരു ഫീൽഡിൽ ജോലി ചെയ്താലും ഒരിക്കലും കിട്ടില്ല. അപ്പോൾ വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ 5ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന തലമുറകൾ ഒരുപക്ഷെ കുറേ വർഷം കഴിഞ്ഞ് ഒരു 10-15 വർഷമെല്ലാം കഴിഞ്ഞ് ഒരു 20 വർഷമെല്ലാം കഴിഞ്ഞ് ഈ കുട്ടികൾ ഒരുപക്ഷെ അധ്യാപകർക്ക് ആ കുട്ടികളെ തിരിച്ചറിയാൻ സാധിക്കില്ല, പക്ഷേ ആ കുട്ടികൾക്ക് ആ അധ്യാപകരെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ കുട്ടികൾ വന്ന് ആ അധ്യാപകരോട് പറയുകയാണ്, ഞാൻ അന്ന് 2024-25 വർഷം പൈങ്ങാട്ടൂർ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയാണ്, ഇന്ന കുട്ടിയാണ്, ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, എൻ്റെ അവസ്ഥ ഇന്നതാണ് എന്ന് ആ അധ്യാപകരോട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം, ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സന്തോഷത്തിൻ്റെ കണ്ണുനീർ, അതാണ് ഒരു അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അവാർഡിന് അർഹത കിട്ടുന്നത് ഒരു അധ്യാപകന് മാത്രമാണ്. വേറൊരു പ്രൊഫഷനുള്ള ഒരാൾക്കും അവാർഡോ ഒരു അംഗീകാരമോ കിട്ടുന്നില്ല. അപ്പൊ കുട്ടികളുടെ മനസ്സിലെത്തും ഉള്ള മനുഷ്യനാണ്. ഇവിടെ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞു, അദ്ദേഹം 1ാം ക്ലാസ്സിലേക്ക് ചേരാൻ പോയപ്പോൾ ഉള്ള അനുഭവം എല്ലാം പറഞ്ഞു. അതേപോലെ ഗോതമ്പ് ഉപ്പുമാവ് അല്ലേ, അതെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ആ രുചിയൊന്നും ഇന്നും പോയില്ല. ഞാൻ കാട്ടിക്കുളം സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 10 വരെ പഠിച്ചത്. അവിടെ ചെറിയ ക്ലാസ്സിലെല്ലാം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലായപ്പോഴാണ് ഈ ഉച്ചക്കഞ്ഞി സിസ്റ്റം വന്നത്. അതുവരെ ഗോതമ്പിൻ്റെ ഉപ്പുമാവായിരുന്നു. വളരെ മധുരമുള്ള അപ്പുറത്തെ ബാലേട്ടൻ്റെ പറമ്പിൽ പോയി കാപ്പിയില പൊട്ടിച്ചുകൊണ്ടാണ് നമ്മളൊന്ന് അത് കഴിച്ചിരുന്നത്. അതൊരു കാലഘട്ടമായിരുന്നു, ഒരിക്കലും മധുരിക്കുന്ന ഓർമ്മകളുള്ള ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഈ കുട്ടികൾക്കെല്ലാം ഇപ്പോൾ അവർക്കതിനെ കുറിച്ചൊന്നും രാഹിമില്ലെങ്കിലും കുറേ വർഷം കഴിയുമ്പോൾ അവർ ഏറ്റവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അവർ ഓർമ്മയിലെന്നും സൂക്ഷിക്കുന്ന ഒരു അനുഭവം അവർക്ക് നൽകിയ, ആദ്യാനുഭവങ്ങൾ നൽകിയ ഒരു വിദ്യാലയം എന്ന രീതിയിൽ ഒരിക്കലും ഈ പൈങ്ങാട്ടൂർ വിദ്യാലയത്തിനെയും ഇവിടെ പഠിപ്പിച്ച അധ്യാപകരെയും അവർ ഒരിക്കലും മറക്കില്ല. നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകനെയായിരിക്കും. ആ അധ്യാപകനെ ഓർക്കട്ടെ, ബാക്കിയുള്ള എല്ലാ അധ്യാപകരെയും ഓർക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ശിഷ്യസമ്പത്തുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന അധ്യാപക സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവ് കൂടിയാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. 33 വർഷത്തോളം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സേവനം ചെയ്ത ടീച്ചർ, സവിതമ്മ ടീച്ചർ, ഒരുപക്ഷെ അന്നത്തെ കാലത്ത് 33 വർഷങ്ങൾക്ക് മുമ്പ് ജോലി കിട്ടുന്നതിന് മുമ്പ് പഠനകാലത്തെല്ലാം ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ച്, ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്നും തൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പഠിച്ച് കഷ്ടപ്പാടുകളും യാതനകളും എല്ലാം മറികടന്നുകൊണ്ട് പഠിച്ച് ഒരു അധ്യാപികയായി വന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും അവർ. ആ ഒരു ഉൾക്കരുത്താണ് അവരെ ഇത്രയും കാലം ഈ മേഖലയിൽ വർത്തിക്കാനും മികവുകളുടെ ഒരു കേന്ദ്രമായി ഒരു വിദ്യാലയത്തെ മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് പടിയിറങ്ങാനും സാധിക്കുന്നു. അപ്പോൾ ആ തീക്ഷ്ണ അനുഭവങ്ങൾ അവർക്ക് ഇനിയും ഒരുപാട്, ഇതൊരു റിട്ടയർമെന്റ് അല്ല, റീടയറിംഗ് അനുഭവമാണ്. ഒരിക്കലും ഇന്നത്തെ ഒരു 56 വയസ്സെന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രായമേ അല്ല. ടീച്ചറെ കണ്ടാലൊക്കെ അറിയില്ല, വളരെ ചെറുപ്പമാണ്. എൻ്റെ അത്രയും കൂടി നരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട്. നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. ആ മേഖലകളിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള മേഖലകളുണ്ട് നമുക്ക് മുമ്പിൽ. ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുക. അവരുടെ കുടുംബാംഗങ്ങൾ, മക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ട് ഇനി കൂടുതലായി അവർക്ക് കൊടുക്കണം. ഇനി നാളെ മാർച്ചിലാണ്, മെയിലാണ്. മാർച്ച് 31-ന് കുറേ പേര് ടീച്ചറെ വീട്ടിലേക്ക് കൊണ്ടുവിടും. ടാറ്റ പറഞ്ഞു പോകും. പിന്നെ ആരും തിരിഞ്ഞു നോക്കലുണ്ടാവില്ല, അല്ലേ? പിന്നെ ഇനിയാണ് കുടുംബാംഗങ്ങളുടെ കൂടുതൽ ചേർത്തുപിടുത്തം ടീച്ചറിന് ആവശ്യമുള്ളത്. ടീച്ചർ ഒരിക്കലും ഇതേപോലെ ഇനിയിപ്പോൾ 31 കഴിഞ്ഞ് ഏപ്രിൽ 1
അതിന് രാവിലെ ഒരു തോന്നലുണ്ടാവും ഉള്ളിൽ, ഇനി മുതൽ ഞാൻ എവിടെ പോകും എന്നുള്ള തോന്നൽ. ചിലപ്പോൾ ജൂൺ 1-ാം തീയതി ആയിരിക്കും ആ ഫീലിംഗ് കൂടുതലുണ്ടാകുക. ഏപ്രിൽ മെയ് വെക്കേഷനാണ്. ജൂൺ 1-ാം തീയതി ആകുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ റിട്ടയർമെൻറ്റിന് ശേഷവും ടീച്ചറെ വെറുതെ വീട്ടിലിരുത്തരുത്. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിൽ പങ്കാളിയാകാൻ വീട്ടുകാർ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുക, യാത്രകൾ ചെയ്യുക, പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ടീച്ചർ ശ്രമിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു മികവിൻ്റെ ഒരു മേഖല പടുത്തുയർത്തിക്കൊണ്ട് വിദ്യാലയത്തിൽ നിന്നും ഇറങ്ങുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രഥമാധ്യാപകയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവി ജീവിതത്തിൽ നേരുന്നു. അതേപോലെ ഈ വാർഷികാഘോഷത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സമൃദ്ധമായ വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ശശീന്ദ്ര വ്യാസ് സാറിന് പൈങ്ങാട്ടിരി സ്കൂളിൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുഞ്ഞുങ്ങൾക്ക് അക്ഷരമധുരം പകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീമതി സവിതമ്മ ടീച്ചറെയും മാനന്തവാടി സബ് ജില്ലയെ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യതയോടെ അടയാളപ്പെടുത്തുന്നതിൽ അവിശ്രാന്ത പരിശ്രമം നടത്തിയ പ്രിയപ്പെട്ട ശ്രീ മുരളീധരൻ സാറിനെയും പ്രൗഢമായ ഈ സദസ്സിനെ സാക്ഷിയാക്കി ആദരിക്കുകയാണ്. ആദ്യമായി ഞങ്ങളുടെയൊക്കെ ഏറെ പ്രിയങ്കരിയായ സവിതമ്മ മാത്യു ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.